ഒരു മെഡിക്കൽ കോളേജായി തുടങ്ങി ഒരു ജനറൽ ഹോസ്പിറ്റലായി മാറിയ ഒരു ചരിത്രമുണ്ട് കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിന്. വർഷം 1951 ബീച്ച് ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്ന് മെഡിക്കൽ കോളേജായി പ്രവർത്തിച്ചത് ഇതേ കെട്ടിടങ്ങളാണ്. 13 ഹെക്ടറിലോളം വിസ്തരിച്ച് കിടക്കുന്ന ഒരു ഭൂമികയാണ് കോഴിക്കോട് ബീച്ചിനോട് തൊട്ടു ചേർന്ന് കിടക്കുന്ന ഈ ബീച്ച് ഹോസ്പിറ്റൽ. 1957 മെഡിക്കൽ കോളേജായിരുന്ന ഹോസ്പിറ്റൽ ജനറൽ ഹോസ്പിറ്റലായി മാറുന്നത്. അതെന്തായിരിക്കും കാരണം? മറ്റൊന്നുമല്ല, 1957 കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രവർത്തനം ആരംഭിക്കുന്നത്. 270 ഏക്കറാണ് മെഡിക്കൽ കോളേജിൻ്റെ വിസ്തൃതി. ഇന്ന് മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ നഗരപ്രദേശത്തെ പാവപ്പെട്ട മനുഷ്യരുടെ ഏക ആശ്രയമാണ് ഈ ജനറൽ ഹോസ്പിറ്റൽ. ഇത് എത്ര കാലം ഈ കാണാൻ കഴിയും എന്ന് അറിയില്ല. അതൊരു മോശം വാക്കായി പറഞ്ഞതല്ല. ഈ ബിൽഡിങ്ങുകളെല്ലാം ഇവിടെ നിന്ന് അപ്രത്യക്ഷമായി പുതിയ കെട്ടിടത്തിലേക്ക് മാറാനൊരുങ്ങുകയാണ്. അതിൻ്റെ പദ്ധതി രൂപീകരിച്ചിട്ട് മാത്രമേ ഉള്ളൂ. എത്ര വർഷമെടുക്കും എന്ന് പറയാനാവില്ല. എന്നിരുന്നാലും ഈ ഓർമ്മകൾ, ഈ കെട്ടിടങ്ങൾ എല്ലാം ഒരു കാലത്ത് സ്മൃതിയടയും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. വളരെ ഭംഗിയോടുകൂടി കൺസ്ട്രക്ട് ചെയ്ത ഒരു കെട്ടിടമാണ് ഈ ബീച്ച് ഹോസ്പിറ്റലിൻ്റെത്. ഓടുമേഞ്ഞ വരാന്തകളിലൂടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നടന്നു പോകണം. ഇരുഭാഗത്തും കുറേ മനുഷ്യരുടെ കുറേ വേദനകൾ നമുക്ക് കാണാം.